ഇന്ന് നമ്മൾ അതിർത്തികൾക്കപ്പുറം വിരിഞ്ഞ ഒരു സൗഹൃദ ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. രാഷ്ട്രീയ മതിലുകൾക്കപ്പുറം മനുഷ്യ സ്നേഹത്തിന്റെ ഊഷ്മളത പങ്കിടുന്ന ഒരു കഥ. നൂറ്റാണ്ടുകളുടെ പൈതൃകം പേറുന്ന അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യർ ഇന്ത്യക്കാരോട് ഇപ്പോൾ കാട്ടുന്ന സ്നേഹം വിളിച്ചോതുന്ന ഒരു വീഡിയോയാണ് അതിന് പിന്നിൽ. ഇന്ത്യയോടും ഇന്ത്യക്കാരോടും അഫ്ഗാൻ ജനതയ്ക്കുള്ള സ്നേഹവും സൗഹൃദവും പ്രതിഫലിപ്പിക്കുന്ന ഒരു വീഡിയോ. എന്താണ് ആ വീഡിയോ എന്നല്ലേ? കൈലാഷ് മീണ എന്ന ഇന്ത്യൻ ട്രാവൽ വ്ളോഗർ അഫ്ഗാനിസ്ഥാനിലെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ജ്യൂസ് കുടിക്കാനായി ഒരു കടയിൽ കയറി. ജ്യൂസ് കുടിച്ച ശേഷം പണം നൽകാനായി കൈലാഷ് മീണ മുന്നോട്ട് വന്നു. പക്ഷേ ആ ജ്യൂസ് വിൽപ്പനക്കാരൻ പണം വാങ്ങാൻ കൂട്ടാക്കിയില്ല. സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യക്കാർ അതിഥികളാണ്, അതിഥികളിൽ നിന്നും ഞങ്ങൾ പണം വാങ്ങാറില്ല. പാകിസ്ഥാൻ ശത്രുവെന്നും ഹിന്ദുസ്ഥാൻ മിത്രമെന്നും കടയിൽ നിൽക്കുന്ന മറ്റ് അഫ്ഗാനികൾ പറയുന്നതും വീഡിയോയിൽ കാണാം. നമുക്ക് നോക്കാം എന്താണ് ഈ അടുത്ത കാലത്തായി ഇന്ത്യക്കാരോട് അഫ്ഗാനികൾക്ക് ഇത്ര സ്നേഹം കൂടാൻ കാരണമെന്ന്. ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളോ ഭരണപരമായ വ്യത്യാസങ്ങളോ അവിടെ ഒരു വിഷയമാകുന്നില്ല. അഫ്ഗാൻ ജ്യൂസ് വിൽപ്പനക്കാരൻ്റെ മനസ്സിൽ ഇന്ത്യ ഒരു അതിഥിയായിരുന്നു, സ്നേഹം നൽകേണ്ട, ബഹുമാനിക്കേണ്ട ഒരു രാജ്യം. അഫ്ഗാൻ സംസ്കാരത്തിൻ്റെ ആതിഥ്യ മര്യാദയുടെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായിരുന്നു അത്. ഇന്ത്യക്കാരോട് അഫ്ഗാൻ ജനത ഇത്തരം സ്നേഹം കാട്ടുന്നത് ഇത് ആദ്യമായല്ല. ഹിന്ദി സിനിമകളോടും ഇന്ത്യൻ സംസ്കാരത്തോടും അവർക്കുള്ള ഇഷ്ടം വലുതാണ്. നാട്ടിലേക്ക് കടന്നു വരുന്ന ഇന്ത്യക്കാരെ അവർ എന്നും നിറഞ്ഞ മനസ്സോടെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ ജനകീയ സൗഹൃദം ഇരു രാജ്യങ്ങളും തമ്മിൽ ഔദ്യോഗിക തലത്തിൽ മാത്രമല്ല, അനൗദ്യോഗിക തലത്തിലും നിലനിൽക്കുന്ന ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ്. എന്നാൽ ഈ വൈകാരികമായ ബന്ധത്തിന് ഒരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം അഫ്ഗാനിസ്ഥാൻ ലോകരാജ്യങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പാകിസ്ഥാൻ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുമ്പോഴാണ് സാധാരണ അഫ്ഗാൻ ജനതയ്ക്കും ചില താലിബാൻ ഉദ്യോഗസ്ഥർക്കും ഇന്ത്യൻ സ്നേഹം ഉടലെടുത്തു എന്നതും ശ്രദ്ധേയമാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വ്യാപാര യുദ്ധം മുറുകിയിരിക്കുകയാണ്. സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് പാകിസ്ഥാൻ അതിർത്തികൾ അടച്ചപ്പോൾ സ്വന്തം സമ്പദ് വ്യവസ്ഥയെ തന്നെയാണ് അവർ തകർത്തത്. നൂറുകണക്കിന് ട്രക്കുകൾ അതിർത്തികളിൽ കുടുങ്ങി. സിമൻറ്റ്, ഫാർമസ്യൂട്ടിക്കൽ, പഴം, പച്ചക്കറി വ്യവസായങ്ങൾ എന്നിവ പാകിസ്ഥാനിൽ തകർന്നു. എന്നാൽ ഈ സമയത്ത് അഫ്ഗാനിസ്ഥാൻ എന്തു ചെയ്തു എന്നറിയാമോ? അവർ ഇന്ത്യ, ഇറാൻ, മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവയുമായി വ്യാപാര പങ്കാളിത്തം ഉറപ്പിച്ചു. താലിബാൻ സർക്കാരിനെ ലോകം അംഗീകരിക്കുന്നില്ലെങ്കിലും അഫ്ഗാൻ ജനതയ്ക്ക് ഇന്ത്യ എന്നും സഹായങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഈ ജനകീയ സൗഹൃദത്തിനപ്പുറം നയതന്ത്ര തലത്തിലും കാര്യങ്ങൾ ചൂടുപിടിക്കുകയാണ്. കാബൂളിൽ നിന്നും അമൃത്സറിലേക്കുള്ള പുതിയ വ്യോമപാത തുറന്നതും ചബഹാർ തുറമുഖം വഴിയുള്ള വ്യാപാര ബന്ധങ്ങൾ വർദ്ധിപ്പിച്ചതും ഇന്ത്യ അയൽരാജ്യവുമായുള്ള തന്ത്രപ്രധാനമായ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. പാകിസ്ഥാൻ താലിബാനുമായി അകലുമ്പോൾ ഇന്ത്യ ആ വിടവ് നികത്തി സൗഹൃദം ഉറപ്പിക്കുകയാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ഇന്ത്യക്കെതിരായ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു താവളമായാണ് കണ്ടത്. എന്നാൽ ഇന്ത്യയുടെ നയതന്ത്രം വ്യത്യസ്തമാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിലെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിലേക്ക് വന്നത് അതിനുദാഹരണമാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഉപരോധ സമിതിയുടെ പ്രത്യേക ഇളവ് നേടിയാണ് ഇന്ത്യ ആ നീക്കം നടത്തിയത്. താലിബാൻ ഭരണത്തിന് കീഴിലാണെങ്കിൽ പോലും അഫ്ഗാൻ ജനതയുടെ ക്ഷേമത്തിനാണ് ഇന്ത്യ എന്നും മുൻഗണന നൽകുന്നത്. മാനുഷിക സഹായങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, വ്യാപാര ബന്ധങ്ങൾ എന്നിവയിലൂടെയാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി ബന്ധം നിലനിർത്തുന്നത്. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന സന്ദേശം ഇന്ത്യ അഫ്ഗാൻ ജനതയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത് ആഴത്തിലുള്ള വിശ്വസ്തത ഉണ്ടാക്കി. അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ എംബസികൾ ഇന്നും തുറന്നു പ്രവർത്തിക്കുന്നു. നയതന്ത്ര ബന്ധം സജീവമാണ്. ഒരു വശത്ത് പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വ്യാപാരം തകർക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യ അഫ്ഗാന് സാമ്പത്തിക സഹായവും വ്യാപാര പിന്തുണയും നൽകുന്നു. ഇത് ഇന്ത്യയുടെ ദീർഘകാല നയതന്ത്ര വിജയമാണ്. അഫ്ഗാനിസ്ഥാനിലെ തെരുവ് കച്ചവടക്കാരൻ പണം വാങ്ങാതെ ഇന്ത്യക്കാരന് ജ്യൂസ് നൽകിയത് വെറും ഒരു സാധാരണ സംഭവം മാത്രമല്ല. അഫ്ഗാനിസ്ഥാനിലെ തെരുവ് കച്ചവടക്കാരൻ പണം വാങ്ങാതെ ഇന്ത്യക്കാരന് ജ്യൂസ് നൽകിയത് വെറും ഒരു സാധാരണ സംഭവമല്ല. അത് മാനുഷിക സ്നേഹത്തിൻ്റെ, സാംസ്കാരിക ബന്ധങ്ങളുടെ, അതിലുപരി ഇന്ത്യയുടെ കരുത്തുറ്റ നയതന്ത്രത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. മനുഷ്യബന്ധങ്ങൾക്ക്, സ്നേഹത്തിന്, നയതന്ത്രത്തിന് അതിർത്തികളില്ലെന്ന് നമ്മൾ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ്.